ഇപ്പം ഇന്നലെ 2 മിനിറ്റ് തെറ്റിയതിനെ എന്നെയും കൊന്നിട്ടുണ്ട്. അവർ 3 പേര് ഞങ്ങളവിടെ 3 വായിക്കും. ഞാൻ അപ്പോഴേക്കും എന്താ പറയുക, 1 മിനിറ്റ് വെച്ച് ആളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്തിയില്ലേ. അപ്പം ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പം 2 10-70-75 വയസ്സായ തളനടക്കം കൊണ്ടുപോയിരിക്കും. ഞങ്ങൾ കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പിന്നെ എല്ലാം സൂക്ഷിച്ച കാരണം തമ്പുരാൻ ഞങ്ങളീ സൂക്ഷിച്ച കാര്യം ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്താണ് പാലക്കാട്ടെ നെന്മാറയിലുള്ള പോത്തുണ്ടി ബോയൻ കോളനിയിലെ ആ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം? ആരാണ് ഈ കൊലയാളിയായ ചെന്താമര? എന്തിനാണ് അയാൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്? നമുക്ക് നോക്കാം. പാലക്കാട്ടെ നെന്മാറയിലുണ്ടായ ഇരട്ട കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തനിക്കുള്ളിലെ പക മനസ്സിൽ കൊണ്ടു നടക്കുകയും അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ അവസരത്തിൽ തന്നെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അവരുടെ വീടിന് മുന്നിൽ വെച്ച് തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ സൈക്കോപാത്തായ ചെന്താമര. ഇവൻ്റെ ശല്യം കൊണ്ട് ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളും വിളിക്കിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കൊടുവാൾ എടുത്തിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഭാര്യനെ വെട്ടും വന്നിട്ട് ഭീഷണിയൊക്കെ നടത്തിയാണ്. അതുകൊണ്ട് എന്തിനും ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കൊടുവാൾ എടുക്കും. ഞാനെടുത്തെങ്കിലും ഭാര്യ എങ്ങനെ എടുത്ത് കൈവയ്ക്കും. അപ്പോൾ ഈ ചപ്പും ചമ്മലൊക്കെ മാറ്റാനാണ് പറഞ്ഞിട്ട് ഈ കൊടുവാളും കൈവച്ചിട്ട് അങ്ങോട്ട് വന്നത്. ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാര്യ തന്നെയല്ലേ ആദ്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ലോറിയിൽ ഓടുന്നവനാണ്, മാസത്തിലെ വരിക. കൊല്ലാൻ നോക്കിയത് ലോറിയിൽ ഓടിയിട്ട് അപ്പോഴെങ്കിലും പിന്നെ ആ ലോറിപ്പണി വിട്ടിട്ട് ഇവിടെ ഇരുന്നത് കൊണ്ട് പിന്നെ അവന് വരാൻ പറ്റില്ല. അവൻ്റെ സ്വന്തം ഭാര്യ അവന് വെട്ടാൻ പോയപ്പോൾ ഓടിയല്ലോ. അത് ഇവരെ കൂടെ പറഞ്ഞിട്ട് ഓടി വന്നിട്ടാണ് അവനൊരു അന്ധവിശ്വാസം. അതിൻ്റെ ഇതിലാണ് മൈലാത്തി വന്ന് 3-4 പെണ്ണുങ്ങളിൽ വട്ടാവർ നടക്കുന്നത്, ഡാൻസ് കെട്ടി കൊല്ലുന്നു പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഭാര്യ ഇപ്പം വെട്ടാൻ പോയപ്പോൾ തട്ടിയിട്ട് ഓടിപ്പോയി മൈലാത്തിൻ്റെ വീട്ടിനുള്ളിൽ കയറി, ആ തോട്ടിലെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്ന് നീ അങ്ങനെ ഉള്ളിൽ കയറ്റി അന്ന് രാത്രി ഇരുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവനൊരു വൈരാഗ്യം. 2019 പ്രതി ചെന്താമര ആദ്യ കൊലപാതകം നടത്തുന്നത്. അന്ന് കൊല്ലപ്പെട്ടത് ഈ ചെന്താമരയുടെ അയൽവാസിയായ സജിത എന്ന വീട്ടമ്മയായിരുന്നു. ഈ കൊലപാതകം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുടുംബം തകർത്തത് സജിതയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ലോറി ഡ്രൈവറായിരുന്ന ചെന്താമര തൻ്റെ വീട്ടിൽ വെച്ച് ഭാര്യയുമായി നിരന്തരം വഴക്കുണ്ടാവുന്നത് പതിവായിരുന്നു. ഈ സമയത്തെല്ലാം അവർ ഓടിച്ചെന്ന് അഭയം തേടിയിരുന്നത് അയൽവാസിയായ സജിതയുടെ അടുത്തായിരുന്നു. അതുകൂടാതെ മറ്റ് അയൽവാസികളുടെ വീട്ടിലും. ചെന്താമരയുമായുള്ള വഴക്കിനെ തുടർന്ന് ഭാര്യയും മകളും വീട് വിട്ടിറങ്ങിപ്പോയി. ഇതിനെല്ലാം കാരണം സജിതയും അയൽപക്കത്തെ മറ്റ് ചിലരുമാണെന്ന് ഈ ചെന്താമര വിശ്വസിച്ചു. അതങ്ങനെയാണെന്ന് വിശ്വസിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്താമര ഒരു കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. ഏതോ ഒരു ജ്യോത്സ്യൻ്റെ ഉപദേശപ്രകാരം തൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന വഴക്കിന് കാരണം അയൽവാസികളായ സ്ത്രീകളും അതിൽ തന്നെ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് അതിന് കാരണമെന്നും പറഞ്ഞു. അത് കേട്ട് വിശ്വസിച്ചാണ് നീണ്ട മുടിയുണ്ടായിരുന്ന സജിത എന്ന പാവം വീട്ടമ്മയെ 2019 ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത്. അങ്ങനെ പോലീസ് പിടിയിലാവുകയും ജയിലിലാവുകയും ചെയ്ത ചെന്താമര 5 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം നൽകരുതെന്നും അദ്ദേഹം പുറത്തു വന്നാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് അത് വകവെച്ചില്ല. ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞിട്ടും കോടതിയിൽ നിന്ന് ചെന്താമരയ്ക്ക് ജാമ്യം കിട്ടുകയായിരുന്നു. കോടതിയിൽ നിന്നാവട്ടെ അദ്ദേഹത്തിന് ജാമ്യ വ്യവസ്ഥയിലും ഇളവുകൾ കിട്ടി. നെന്മാറ പഞ്ചായത്തിലും നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രവേശിക്കരുത് എന്നായിരുന്നുവെങ്കിലും അതിലും ഇളവ് കിട്ടി. എന്നാൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനെ ജാമ്യം കൊടുത്തത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അതല്ല എങ്കിൽ പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണം ആ കൊലയാളിക്ക് നേരെ ഉണ്ടാവേണ്ടതായിരുന്നു. അതും ഉണ്ടായില്ല. എന്നാൽ നെന്മാറ MLA പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ സമയത്ത് അവിടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ മാറുമല്ലോ. അങ്ങനെ സ്ഥലം മാറിയെത്തിയ പുതിയ ഉദ്യോഗസ്ഥന് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. 2019 സജിതയെ കൊലപ്പെടുത്താൻ വേണ്ടി ചെന്താമര ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരുന്ന കൊടുവാൾ അതിൻ്റെ മൂർച്ച രാഗി മിനുക്കി
ഷീമക്കൊന്ന് വെട്ടിയിട്ട് അതിന് നല്ല മൂർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സജിത എന്ന വീട്ടമ്മയെ നിഷ്കരണം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ജയിലിലായ ചെന്താമരയാണ് 5 വർഷത്തിന് ശേഷം ജയിൽ ഇളവ് കിട്ടി പുറത്തിറങ്ങിയത്. എന്നാൽ ഈ കാലം അത്രയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റു പലരോടുമുള്ള പക കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയാൽ 4 ആളുകളെ കൂടി കൊല്ലാൻ ചെന്താമര മനസ്സിലുറപ്പിച്ചിരിക്കുകയായിരുന്നു. അതിലൊരാൾ സജിതയുടെ ഭർത്താവ് സുധാകരനും അമ്മ ലക്ഷ്മിയുമായിരുന്നു. മറ്റു 2 പേർ അയൽവാസികളായ ബിന്ദുവും പുഷ്പയുമായിരുന്നു. ആ പറകിനെ അവിടെ ഇട്ടിട്ട് അവൻ സെറ്റപ്പ് കാണിച്ചു തന്നു. കൊടുവാൾ വലിയ വീശ് കത്തിയാണ് തുറന്നോട്ടുണ്ട്. അവൻ മുണ്ട് അയച്ചിട്ടിരിക്കുകയാണ്. മുണ്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് വിറക് ഞങ്ങൾ തൊടിയിൽ എടുത്തിട്ട് അവൻ പോകുകയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ്. ഭർത്താവുണ്ട്. വെള്ളം തിരിക്കാൻ വന്നിരിക്കാണ്ട വെള്ളമില്ല അവൻട്ടാണ് എന്ന് പറഞ്ഞു. എന്നെ വെട്ടണം പറഞ്ഞ് നടക്കുകയാണ്. എൻ്റെ സെറ്റപ്പ് കാണണം നിങ്ങൾക്ക് ചോദിച്ചു. ആ വേഗം വടിവാളൊക്കെ കൊടുത്തുക. നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ, നീ നിന്റെ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒരു സെറ്റപ്പിന് നിൽക്കണ്ട. പ്രതി ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയത് മുതൽ വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാരും സുധാകരൻ്റെ മക്കളും അടക്കമുള്ള ആളുകളെല്ലാവരും. ജീവന് തന്നെ ഭീഷണിയാണ് ചെന്താമരയെന്ന് നാട്ടുകാരും വീട്ടുകാരും അടക്കമുള്ള ആളുകൾ മുഴുവൻ പോലീസിനോട് പരാതി പറയുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെയാണ് സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും ഒരേ സെല്ല് തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് ചെന്താമര പറഞ്ഞിരുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ചെന്താമര ആളുകളിൽ നിന്ന് ഓടി കാടിനകത്ത് കയറുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാർ ചെന്താമരയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. നാടിനോട് ചേർന്ന് നടക്കുന്ന വനമേഖല ചെന്താമരയ്ക്ക് മനഃപ്പാടമായിരുന്നു. ജലാശയങ്ങളിലും കുറ്റിക്കാടുകളിലും പോലീസ് അരിച്ചുപെറുക്കി. 2 രാത്രിയും പകലും ചെന്താമരയെ അന്വേഷിച്ച് പോലീസ് കറങ്ങി നടന്നു. എന്നാൽ ചെന്താമരയുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞത് 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം ഒരു ഭക്ഷണപ്രിയനാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും ചെന്താമര വീട്ടിൽ വരുമെന്ന് പോലീസിനോട് പറയുകയുണ്ടായി. ഇതറിഞ്ഞ പോലീസ് ചെന്താമരയെ പിടിക്കാൻ മഫ്തിയിലും അല്ലാതെയുമായി അണിനിരക്കുകയും വിശന്ന് അവശനായി ചെന്താമര വീട്ടിലേക്ക് വരുന്ന വഴി പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് റിമാൻഡിലാണ് ചെന്താമര. എന്നാൽ താൻ നടത്തിയ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ നിരാശയോ ഇല്ല. തന്നെ ശിക്ഷിച്ചോളൂ, 100 വർഷം ജയിലിലടച്ചോളൂ എന്നാണ് ചെന്താമര പറയുന്നത്. അതേസമയം ചെന്താമരയെ കിട്ടണമെന്ന് ജനങ്ങൾ പറയുകയും അവർ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടുകയും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസ് നെന്മാറയിൽ നിന്ന് എത്രയും വേഗം ആലത്തൂർ സ്റ്റേഷനിലേക്ക് ചെന്താമരയെ മാറ്റുകയുണ്ടായി. എന്നാൽ ചെന്താമര സ്വയം വിശേഷിപ്പിക്കുന്നത് താനൊരു കടുവയെ പോലെയാണെന്നാണ്. നരഭോജിയായ കടുവ. ഈ ചെന്താമരയെ ഇനിയും ജയിൽ മോചിതനാവാൻ അനുവദിക്കരുതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.